എന്നാ പരിപാടിയാണ്? പരിപാടി കവലയ്ക്ക് പോയതല്ലേ? അമ്മ വാ ചോറുണ്ണാൻ. കുറുപ്പന്തറ വരെ പോയതാ. വാ എന്നിട്ട് കുളിക്കണം. ചോറുണ്ടിട്ട് കുളിക്കാം. വാ. വേണ്ട. അയ്യ ഇന്നലെ എന്നോട് വാക്ക് പറഞ്ഞതാ കുളിക്കണമെന്ന്. ഇന്നലെ കുളിക്കാന്ന് വാക്ക് പറഞ്ഞതാ. ഇന്ന് കുളിക്കാന്ന്. ഇന്ന് കുളിക്കണം. അന്ന് കുളിക്കാം. ചോറുണ്ടിട്ട് കുളിക്കാം. ഞാൻ അപ്പം പശുവിനെയും കറന്നിച്ച് വരുമ്പോ കുളിക്കാം. ഞാൻ മേടിച്ചെന്ന് കുളിച്ചോളാം. വീട് ഏതാ? ഇതാ വീട്. വാ. ഇത് കണ്ടോ പാണ്ടക്കെട്ട് തലോണ വെച്ചിരിക്കുന്ന കണ്ടോ? ആ ബെഡ്ഷീറ്റ് കണ്ടോ? ബെഡ്ഷീറ്റ് ഒരിക്കലും ആ ബെഡ് കടക്കിയല്ല, അത് പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് ബെഡ്ഷീറ്റ് ഇല്ലാതെയാണ് അമ്മയുടെ പരിപാടി. ഞാൻ എന്നാ ചെയ്യാനാ? അത് അങ്ങനെയൊക്കെ ഇരിക്കണേ, എനിക്ക് കിടക്കാനുള്ളതാ. അതിങ്ങനെ പാണ്ടക്കെട്ട് പോലെ ആക്കി വെക്കേണ്ട കാര്യം. മര്യാദക്ക് തലോണയായിട്ട് തന്നതല്ലേ? മര്യാദക്ക് തലയോണയായിട്ട് തന്നതല്ലേ? ബെഡ്ഷീറ്റ് എടുത്ത് കെട്ടി പൊതിഞ്ഞ് വെച്ചിരിക്കുവല്ലേ? എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനില്ലേ? തലേണ എങ്ങനെയാ വീട്ടിൽ കൊണ്ടുപോണേ? എനിക്ക് ഇറങ്ങി വെച്ച് അവിടെ വീട്ടിൽ ചെന്ന് കിടക്കാനുള്ളത്. ആണോ? പിന്നെ ഞാൻ ഇവിടെ വെച്ചോണ്ട് കിടക്കണം. അത് ഞാൻ കൊണ്ടുപോയില്ലേ പിന്നെ ഞാൻ അവിടെ ഉള്ളു. ഏത് വീട്ടിലോട്ടാ പോട്ടെ? വാ കഞ്ഞി കുടിക്കേറ്റ് വാ. എനിക്ക് എന്റെ വീട്ടിലോട്ടൊന്ന് പോയാൽ മതി. എനിക്കൊന്ന് കിടന്നാ മതി. മടുത്തോ? അതിനെത്തിനാ മടുത്തേ? എന്നാ വരാൻ പറഞ്ഞേ? കഞ്ഞി കുടിക്കാനായിട്ട് ചോറിനാനായിട്ട്. ഉച്ചയില്ലേ? ചോറിനാ പോയി കഴിയിട്ട് വന്ന് കഴിക്കും. തണുപ്പോ? ഭയങ്കര ചൂടാ. പുറത്തേക്ക് നോക്കി ഭയങ്കര വെയിലാ. ഒന്ന് കഴിക്കേ. വിവാൻ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. അവൻ വരുന്നുണ്ട്. കടുത്തുരുത്തിയില്. അവനെ കൂട്ടിട്ട് വരാം. ഇവിടെ ഇല്ലല്ലോ. കടുത്തുരുത്തിയൊക്കെ ഉള്ളൂ. കോന്നല്ലൂര്, കടുത്തുരുത്തി, കുറവളങ്ങാട്. അങ്ങനെ അവിടെ പഠിപ്പിച്ചിട്ടില്ല. +2 PG ഡിഗ്രിയാ. അത് ഇവിടെയൊന്നും ഇല്ല. വിവാന അവിടെ പഠിക്കുന്നത്. താമസിച്ചല്ല, പോയി വരുമല്ലേ രാവിലെ കൊണ്ടാക്കിയിട്ട് വൈകുന്നേരമല്ല വരുന്നേ. താമസിക്കുന്നത് ഇവിടെയല്ലേ? ഇവിടെയാണ് താമസിക്കുന്നത്. അവനെപ്പോഴും അമ്മ ചോദിക്കുന്നത് അവനവിടെ പോയി തപ്പുന്നല്ലേ? ഏത് കടുത്തുരുത്തിയോ? കടുത്തുരുത്തിയാ? കടുത്തുരുത്തി സ്കൂളാ അവൻ പഠിക്കുന്ന. സ്കൂളിൽ അവിടെ ആരുടെയും വീടില്ല. മറ്റേ അമ്മ വീട് പുതുമറ്റല്ലേ? ചെന്ന് അവനെ കുറുപ്പത്തെ വരെ ബസ്സിന് വരും. അവിടുന്ന് നമ്മൾ അവനെ കൂട്ടിക്കൊണ്ട് വരണം. ഇതല്ലേ അവൻ്റെ വീട്. ഈ വർഷം കൊണ്ട് തീരും. ഈ വർഷം. താമസിക്കുന്ന ഇവിടെയല്ലേ? ഇതല്ലേ അവൻ്റെ വീട്. ഞാൻ രാവിലെ കൊണ്ടയാക്കുന്നത് അമ്മയൊന്നും കാണുന്നതല്ലേ? കുറുപ്പന്തറ വരെ കൊണ്ടയാക്കണം അവനെ. അമ്മ എല്ലാ ദിവസവും അവനെ അന്വേഷിക്കുന്നതല്ലേ? അവിടെ പോയി നോക്കുന്നതല്ലേ? എന്നിട്ട് ഇടയ്ക്ക് വിട്ടുപോയി. അവൻ +2 എന്ന് പറയും, അല്ലെങ്കിൽ PG ഡിഗ്രി. നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ കുത്തിയിരുന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇല്ല, ഭക്ഷണം നമ്മൾ കൊണ്ടുപോകണം. നമ്മുടെ ആരും അവിടെ ഇല്ലല്ലോ. നമ്മുടെ ആരാ അവിടെ ഉള്ളത്? മുട്ടിയേറെ വരെയല്ലേ നമുക്ക് ആൾക്കാരുള്ളൂ. ഞാൻ പോയിട്ട് വരാം. പോയേച്ച് വരാം. അവനെ കൂട്ടാൻ പോവാന്നേ. അത് കഴിഞ്ഞ് പോകണം. അത് കഴിഞ്ഞ് പോകണം. അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പോകണം. വണ്ടിയില്ല, നടന്നു തന്നെ, അല്ലെങ്കിൽ ബൈക്കിങ് കൊണ്ട് പോകണം. അതുകൊണ്ട് ഞാൻ ബൈക്കിങ് കൊണ്ട് അങ്ങ് പോവാ. ആർക്ക്? എത്ര വയസ്സുണ്ട്? അമ്മയൊന്ന് കൂട്ടി പറഞ്ഞേ. അമ്മയൊന്ന് കൂട്ടി പറഞ്ഞേ എത്ര വയസ്സുണ്ടെന്ന്.
അറിയാം. അമ്മയൊന്ന് കൂട്ടി പറഞ്ഞ എത്ര വയസ്സുണ്ടെന്ന് അവന്? എത്ര വയസ്സുണ്ടെന്ന് അമ്മയൊന്ന് ഓർത്ത് നോക്കി. കൂട്ടി പറയാനോ? ആ നോക്കി അന്ന് അമ്മയൊന്ന് ഓർത്ത് നോക്കിക്കേ എത്ര വയസ്സുണ്ടെന്ന്. എത്ര വയസ്സുണ്ട് അവന്? എത്ര വയസ്സുണ്ട്? എനിക്കറിയാവോ? അമ്മയുടെ കൂടെ കിടന്നുകൊണ്ടിരുന്നവനല്ലേ? ഞാനെങ്ങനെ അറിയണേ? ഞാൻ അവന് ഉണ്ടായിപ്പില്ലാന്നല്ലോ ഇവിടെ. പിന്നെ അമ്മ പിന്നെ എവിടെയായിരുന്നു? ഞാൻ ഓർക്കണില്ല. ആ ഓർക്കുന്നില്ല, അത് ശരിയായിരിക്കും. അമ്മയല്ലേ അവനെ കുളിപ്പിച്ചോണ്ടൊക്കെ ഇരുന്നേ? കൊണ്ടേലും ഇത്രയും കൊല്ലമായില്ലേ, ഇനി എനിക്ക് ഓർമ്മ വരുമോ? ഓർമ്മയൊക്കെ വരും, ഓർത്ത് നോക്കിയാൽ മതി. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഞാൻ നോക്കും. ഉച്ച വരെയുള്ളൂ. സ്പോർട്സാണ് അവന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. വിവാനിന്ന് ഉച്ചവരെ എടുത്തോണ്ടായിരുന്നുള്ളൂ. പഠിക്കാൻ പോയത് ആ അവന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ജനൽ തുറന്നട്ടെ. ഞാനാ എനിക്ക് അവിടെ ജനൽ അടച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഇന്ന് പിടിക്കുകയാണല്ലോ. പിന്നെ ഇത് ഇതിനകത്ത് തലയിൽ വെക്കാൻ. ഇപ്പൊ കൊടുത്താൽ പനി ജലദോഷമായി. ജലദോഷമൊന്നും ആയില്ല. ഇനി വേണോ? പിന്നെ എണ്ണ വേണോ? എണ്ണ ഇനി എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കാൻ പോകണോ? ജനല എനിക്ക് അടച്ച അവിടെ നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാമേ. നടക്കാന്നല്ല, കാലം കഴിഞ്ഞ് കുഴഞ്ഞു പോകും. അത് തോന്നലാ. തോന്നലല്ല, അതേന്നെ നിൽക്കുന്നിടത്തുനിന്ന് വീഴാൻ പോവാ. അയ്യോ ചുമ്മാ പറയണതാണേ. ഒരു ഓട്ട മത്സരത്തിന് അമ്മരെ കൊണ്ടുപോകാൻ അമ്മ ഫസ്റ്റ് മേടിക്കും. കിടക്കണ സമയം ഉറങ്ങണ സമയമായിട്ടായിരിക്കും. സമയം ഒത്തിരി ആയില്ലേ? ഇപ്പൊ കഞ്ഞി കുടിച്ചേ ഉള്ളൂ. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചാലേ ഉള്ളൂ. ഉച്ചയ്ക്കോ? ആ ഉച്ചയ്ക്ക് തന്നെ കഞ്ഞി കുടിച്ചോണ്ടോ പറ്റാം. ഇപ്പഴല്ല കഞ്ഞി കുടിച്ചു. ആ ഇപ്പഴാ കഞ്ഞി കുടിച്ചത്. അതല്ലേ ഉച്ചയല്ലേ? ഉച്ചയ്ക്ക് കുടിച്ചു. ഉച്ചയാ ഇപ്പൊ സമയം. ഉച്ചയാണ് ഇപ്പൊ സമയം. ഇപ്പൊ ഉച്ചയായിരുന്നു. ഇത് ആര് പറഞ്ഞു? 10 മണി പോലും 10 മണി ആയില്ലേ? 10 മണിക്ക് കണക്കിന്. സൂര്യന്റെ കണക്കിന്. 10 മണിയായി. സൂര്യന്റെ കണക്കിന്. സൂര്യന്റെ 10 മണിയല്ല, ഉച്ച. ഉച്ച ഉച്ച. അത് അമ്മയുടെ പെട്ടിക്കത്തല്ലേ വെച്ചേ? ആ നീ അമ്മയെ പെട്ടിക്കകത്ത് വെക്കൂലേ? കൂടിനകത്ത് കാണും. ഈ കൂടിനകത്തോട് അതിനകത്ത് തുണിയും ചട്ടയും എല്ലാം ഉണ്ട്. അതിനകത്താ? ആ കൂട്ടാൻ പറ്റും. നേരത്തെ എനിക്ക് ഇവിടെ താമസിക്കാൻ ജോലി ചെയ്തോണ്ട് പിള്ളേരെ താമസിച്ചുണ്ട്. ഇപ്പം ആര് മേടിച്ചെന്ന്? ഇവിടെ ഉള്ളവരല്ല. ഇവിടെ താമസിച്ചോണ്ടിരിക്കുന്ന ആരാ? എന്നതാണോ എന്റെ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റ്. ഇത് എത്ര എണ്ണം നോക്കിയ വിരിപ്പ് എല്ലാം കണ്ടോ? കണ്ടോ കണ്ടോ തോർത്ത്. ഈ തലക്കി വെക്കണ ഇതല്ലേ തലക്കി വെക്കണത്? കണ്ടോ 2 ബെഡ്ഷീറ്റാണ് എടുത്ത് പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കഴുകാ. ഇനി ഇതൊന്നും വേണ്ട, അത് കഴുകണം. അതിന് കവീനുണ്ടല്ലോ. പിന്നെ എന്താ? ഇത് കഴുകൊന്നും വേണ്ട. അതിന് കവീനുണ്ടല്ലോ. ചെളിയൊന്നും മതി. ആ അതെ, ചെളിയൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഇത് കൂട്ടെടുത്ത് കഴിയാൻ മതി. 2 കവീനാ കിടക്കുന്നത്. പിന്നെ തോന്നുന്നു. ആ അത് കഴിയാ മതി. ഇതൊന്നും കഴുകണ്ട. വേണ്ട. ഇതൊക്കെ ഞാൻ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ടതാ. എങ്ങനെയുണ്ട്? ആ നൈറ്റി കൊള്ളാവോ? ആ നൈറ്റി കൊള്ളാവോ? ആര് കൊണ്ടുവന്നാ അത്? ആ അതല്ലേ. കുളിക്കാം. കുളിക്കാനുള്ള സന്തോഷത്തിലായിരിക്കും അല്ലേ? കഥ അടച്ചോ. പാലൊന്നും കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞേ അവരോട്. അടപ്പ് എടുത്ത്
അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പാല്. പൊക്കിളിനകത്ത് കയറിയിരിക്കുന്ന വല്ല ചെളിയായിരിക്കും. അങ്ങനെയായിരിക്കും. ആ അത് കുളിക്കാൻ മടിയല്ലേ? പൊടിയാണോ? ഒന്നുമല്ല, ചെളിയാ. ചെളിയാ പോണേന്ന് നോക്കിയേ. എണ്ണയ്ക്ക് തേച്ചതാ. സോപ്പിടാൻ പോകും മുഖത്ത്. നീ എന്നെ വെച്ചോ? ആ തുണിയിലോ? ചുടിയിൽ എന്നതാ? എന്താ ചുടുന്നത്? ദോശയാ. അമ്മയുടെ ഒരു പറച്ചില്. ഒന്നും ഓർക്കത്തില്ല. ഞാൻ ചോദിച്ചതല്ലായിരുന്നു സോപ്പ് പോയോ ഇല്ലയോ, ഞാൻ വെള്ളം ഒഴിക്കണോ വേണ്ടത്. അപ്പൊ വേണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒഴിച്ചത് മതിയെന്ന് പറഞ്ഞു. കണ്ണിക്കൂടെ വെള്ളം വരുക. എന്നാ അമ്മ കണ്ണ് മോൻ തുളച്ചേ. വെയിലില്ലാത്ത വെയിലുണ്ട് പുറത്ത്. വെയിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ദിവസം വെള്ളം തോർത്ത് വേണം. ഞാൻ ഉടുപ്പിട്ടോ. ചെരുപ്പൊന്ന് കഴിയിക്കേ. ഇറങ്ങിപ്പോക്കോ. അപ്പുറത്തൊരു തോർത്ത് വെച്ചിട്ടുണ്ട്. ആ തോർത്തൊക്കെ തല കുത്തിട്ട് കെട്ടിക്കും. അപ്പൊ ഞാൻ കക്കൂസ് കഴി വെച്ച് ഇറങ്ങി പോരാ. പൊക്കോ. അതൊക്കെ ഇറങ്ങിപ്പോ. അയ്യോ, മിടുക്കിയായല്ലോ. മിടുക്കിയായല്ലോ. മിടുക്കിയായല്ലോന്ന്. അതിങ്ങ നേര്. അത് വേണ്ട, അതെടുക്ക. ആ തോർത്ത തോർത്താനല്ല, അത് പതിക്കാനാ. അല്ല പുറത്തേക്ക് ആ തോർത്ത. അത് പതിക്കാനാണ്. അത് കഴുകാറായതാ. ഇതാരും കൊണ്ടുവന്ന നൈറ്റിയാ? ഇതാരും കൊണ്ടുവന്ന് തന്ന നൈറ്റിയാ? ആര്? ഈ നൈറ്റി ഇപ്പം ഇട്ടിരിക്കുന്നതേ, എന്ത് ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ കാര്യമാണ് ചോദിച്ചത്. എനിക്ക് ചെരുപ്പ് മാറിപ്പോയി, ചെരുപ്പ് മാറിപ്പോയി, നീറ്റുമാരൊക്കെ ഇല്ലേ? ചെരുപ്പ് മാറിപ്പോയി. തിരിച്ചെട്, തിരിച്ചെട്. അത് സൗകര്യം പോലെ ഉണ്ട്. ചെരുപ്പ് തിരിഞ്ഞു പോയി. ഇപ്പുറത്തെ കാലല്ല തരണ്ട, എന്നാ അത് ഇപ്പുറത്തെ കാലയിലിട്. എന്നാന്ന് എനിക്കില്ല. ചെരുപ്പ് തിരിഞ്ഞു പോയെന്ന്, മറ്റേ കാലയിലിട്. ആ എല്ലാം വെക്കുവോ കാലം? ആ അത് അഴുക്കുണ്ടായിരുന്നിട്ടാ. വേണ്ട, ആ തോർത്തെടുത്ത് കെട്ടിക്കും. മോശമുള്ളതൊന്നും കെട്ടാൻ പറ്റിയില്ല, തലേ കെട്ട്. കിട്ടുന്നുണ്ടോ വെള്ളം വരെ? കളറുള്ളത് വേണ്ട. വേറെ ഇല്ലല്ലോ. ചോള ഇട്ടോണ്ട് പോകാം. തോളയിട്ടോണ്ട് പോകാൻ വേറെ ഉണ്ട്, വേറെ ഉണ്ട്, വേറെ ഉണ്ട്. അത് തല കെട്ടിക്കും. അത് മതിയായിരുന്നു. ഇത് കഴുകാനുള്ളതാ, കഴുകാനുള്ളതാണ്. അതെടുത്ത് കെട്ടിക്കും. അഴുക്കാ. വഴിക്ക് പോകുമ്പോഴേ ആ അതിന് വേറെ ഉണ്ടല്ലോ. നല്ല തോർത്ത. അതിന് വേറെ ഉണ്ടെന്നേ, വേറെ ഇവിടെ ഉണ്ട് നല്ല. ആ അതുപോലെയുള്ള നല്ല വേറെ ഇവിടെ ഉണ്ട്. അത് പുതയ്ക്കാനല്ല, തല കെട്ടുന്നില്ലേ? വെള്ളം പറ്റിയത് തലയിൽ. തല ചോർത്ത്, തല തോർത്തുന്നില്ലേ? പഴുത്തിട്ട് വല്ലതും കെട്ടി വെക്കാം. അത് തോർത്തിന് കെട്ടാനേ. ഇത് കെട്ടിയായിട്ട് കളയും. തോർത്താൻ കെട്ടി വെച്ചോ. അത് കെട്ടി വെക്കും. അത് ഇത്ര തല കെട്ടാൻ ആ തലമുടി ഇല്ലാത്തതുകൊണ്ട് ആ തലമുടി ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ആ പോയി തലമുടി ഇച്ചിരി ചെത്തി കളയേണ്ടതായിരുന്നു, ഇച്ചിരി മുറിച്ച് കളയേണ്ടതായിരുന്നു തലമുടി. മുറിച്ചേ കുറച്ചും കൂടെ മുറിച്ച് കളയേണ്ടതായിരുന്നു. തലമുടിയേ കുറച്ചും കൂടെ മുറിച്ച് കളയേണ്ടതായിരുന്നു എന്നാ പറയാം. തലമുടി ഇല്ലെന്നേ തലേ. ആ തലമുടി ഉള്ളതേ കുറച്ച്. പിന്നെ ഇവിടുന്ന് നാളെ കണ്ടിട്ട് ആണോ? അല്ല അറബി പെണ്ണിനെ പോലെയായി ഇപ്പം. തല കെട്ടാ കെട്ടി കേട്ടോ, അറബി പെണ്ണുങ്ങളുടെ ഷേപ്പായി. അറബി പെണ്ണേ, അറബി പെണ്ണുങ്ങളെ പോലെ ആയിരുന്നു ഇപ്പം. അറബി 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 ആ അറബി പെണ്ണുങ്ങളെ പോലെ ആയിരുന്നു അപ്പം. തലല്ല കെട്ടി വെച്ചിരിക്കുന്നത്. തലയെ കെട്ടിയൊക്കെ വെച്ചപ്പോഴേ കെട്ടി വെച്ചില്ലേ തോർത്ത്? അതിനകത്തന്നെ ശ്വാസം മുട്ടുന്നതിനകത്തന്നെ കുളിച്ചിട്ടാ? കുളിച്ചോണ്ടാണോ? അമ്മ എന്നെ കുളിപ്പിച്ചതുകൊണ്ട് അല്ലേ? അമ്മ എന്നെ കുളിപ്പിക്കുമല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ശ്വാസം മുട്ടുന്നേ അല്ലേ മേ? എന്നെയല്ലേ അമ്മ കുളിപ്പിച്ചേ? അമ്മേനെ ആരാ കുളിപ്പിച്ചേ? ഞാൻ തന്നെ കുളിച്ച. ആ അതുകൊണ്ടാ ശ്വാസം മുട്ടുന്നത്. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചില്ല, കഴിയതേ ഉള്ളൂ. ചൂടുവെള്ളത്തിലാണോ കുളിച്ചേ? അതങ്ങനെ ഉള്ളതാ.
വിളിച്ചതിൻ്റെ ചൂട് തണുപ്പ് കയറി ചെല്ലുന്നതല്ലേ? ആണോ? ബെഡ്ഷീറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബെഡ്ഷീറ്റ് തലവണയ്ക്ക് അത് പൊഞ്ഞ് കെട്ടി വെക്കും. കുളിച്ചിട്ടാണോ അങ്ങനെ? ഞങ്ങൾക്ക് ഓരോ തോന്നലുകൊണ്ട് അങ്ങനെയൊക്കെ വെക്കണം, അല്ല വേറെ ഒരു കുഴപ്പമില്ല. തലമുറയെ കൊണ്ട് വെള്ളം തന്നെ അത് പോയിട്ട് പോയി. അത് തോർത്തക്കൂടെ വലിഞ്ഞു പോട്ടെ. തുണിയൊന്നും ഇല്ല. തലേ തുണിയല്ലേ തോർത്താ കെട്ടിയേക്കണേ. തോർത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുവാ തലവണയ്ക്കകത്ത്. ഇങ്ങനെ കെട്ടി വെച്ചാലോ? അങ്ങനെ കിട്ടുന്ന ഇനി അങ്ങനെയൊന്നും കെട്ടണ്ട. അങ്ങനെ കെട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ കെട്ടി വെച്ചിരിക്കുന്ന പോലെ അതിനെ കെട്ടിയാൽ മതി. ഇങ്ങനെ കെട്ടിയെങ്കിൽ ഇവിടുത്തെ വെള്ളം എന്റെ ദൈവമേ എന്തെല്ലാം ആണോ. അങ്ങ് തോർത്തിയാ പോരെ, അങ്ങ് തോർത്തി കൊടുക്കാൻ പറ്റായിരുന്നോ? അത് തോർത്താനൊന്നും സമ്മതിക്കില്ല. അമ്മയ്ക്ക് അങ്ങനെ കെട്ടി വെക്കണം എന്നും അങ്ങനെയുള്ളതാ അല്ലേ? അല്ല വെള്ളം ഉണ്ടല്ലേ? തല വെള്ളം ഉണ്ടെന്നൊക്കെ തോന്നുന്നു. അല്ലേലൊന്നും വെള്ളമൊന്നും ഇല്ല ചോമന, നന്നായിട്ട് തോർത്തി വിട്ടതാ. അതിന് പിന്നെ വേറെ ഒരു ഉണക്ക തോർത്ത് കൊണ്ട് തോർത്തിയതാ. തോർത്ത വെള്ളം ഉണ്ട്. തുമ്പറ്റത്തെ വെള്ളം വരുന്നുണ്ടോ? എന്നാ മതി, അഴിച്ചു കിടന്നോട്ടെ ഇനി. അല്ല കെട്ടി വെച്ചോട്ടെ, അല്ലെ പിന്നെ ഇപ്പം തലവെച്ചിനെങ്കിലും കെട്ടി വെക്കാൻ പറ്റും. മറ്റേതെല്ലാം പറ്റും. എന്നാ കെട്ടിക്കോ. എനിക്കറിയത്തില്ല കെട്ടി ഉണ്ടോ? വെള്ളം ഉണ്ടായിരുന്നൊക്കെ പോകുന്നു ഇതേലോട്ട്. ഇനിയിപ്പൊ കെട്ടണമെന്നില്ലെന്നാ ഞാൻ പറയണേ. കെട്ടണമെന്നില്ല, അഞ്ഞു ഉണങ്ങിക്കോട്ടെ. തലമുടിയില്ലല്ലോ, നീളയില്ലല്ലോ. നിങ്ങളെ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരിയോടൊക്കെ മുറിച്ച് കളയട്ടെ. അതുകൊണ്ട് അതാരാണ്ട് പിള്ളേരാരാണ്ട് വീട്ടില് ഞാൻ ഇതുപോലെ കുളിച്ചു കഴിഞ്ഞപ്പോ അവരാരാണ്ട് വീണായാന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിച്ചു കളഞ്ഞു. വിവിനെ കണ്ടിച്ചു കളയാം. ഇച്ചിരിയോടെ കണ്ടിച്ചു കളയട്ടെ. രാത്രിയല്ല ഞാൻ. അപ്പൊ അത് വെള്ളം പോകാൻ വേണ്ടിട്ട് അവിടെ ചെയ്ത. ഇച്ചിരി കൂടെ മുറിച്ച് കളയട്ടെ. ഇച്ചിരി കൂടെ മുറിച്ച് കളയട്ടെ. ഒന്നുകൂടെ ഇച്ചിരി കൂടെ മുറിച്ച് കളയട്ടെ. എന്ന് മുടി എപ്പോ മുറിച്ച് കളയട്ടെ? ഇനി മുടി വളർന്നു വരും. അല്ല അതുകൊണ്ട് ഇച്ചിരി കൂടെ മുറിക്കട്ടെന്നാ ചോദിച്ചേ. നീ പെണ്ണൊന്നുമില്ല. ഇനി മുടി വളർന്നു വന്നാലും നീ പ്രായമായതുകൊണ്ട് അതിന്റെ വ്യത്യാസമുണ്ട്. കാര്യമായിട്ട് വളരെയല്ല. വളരുമൊക്കെ ചെയ്യും. മുടിയൊക്കെ വളരും. മുടിയൊക്കെ വളരും എന്നാ പ്രായമായാലും. പൊഴിഞ്ഞു പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. കിടക്കാൻ പോവാ. അപ്പടി വിഷമം. ഇത് പുറത്തൊന്നും ഇടാനില്ല. ബെഡ്ഷീറ്റ് എടുത്ത് കൊടുക്കടി. ഇതെല്ലാം കൂടെ പൊഞ്ഞു കെട്ടിട്ട് തലവണക്കകത്ത് ആക്കരുത് കേട്ടോ. ഇത് തലവണക്കകത്ത് ആക്കുവാണെങ്കിൽ ഞാൻ ബെഡ്ഷീറ്റ് ഇടുന്നില്ല, മടുത്ത്. തലവണക്കകത്ത് അമ്മ ആക്കി വെക്കണം. നോക്കിയേ, ഞാനൊരു ഇത് ഇട്ടതാ. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു കവറും കൂടെ കയറ്റിയിട്ട് മധുരോ? മധുരം വെച്ചാൽ തലമുടി ഉണ്ടായിരുന്നു. തലമുടി അമ്മ എന്നോ ചെയ്യുന്നല്ലേ? ഇന്ന് ഈ വാങ്ങ എന്നും കുളിക്കുവാണെങ്കിൽ പിന്നെ ഉണ്ട്. അതെന്നും കുളിക്കണം. അതിന് കുളിക്കാത്തതുകൊണ്ട് 2-3 ദിവസം കൂടുതൽ അന്ന് കുളിക്കണമല്ലോ. എന്നും കുളിക്കണം. ശകലം മധുരമൊന്നും ഇല്ല. അത് ഉഴുന്നുവടയാ. ഉഴുന്നുവടയല്ലേ? ഉഴുന്നുവടയ്ക്ക് മധുരയില്ല. ഉഴുന്നുവടയ്ക്ക് മധുരയില്ല. ഉഴുന്നുവടയ്ക്ക് മധുരയില്ലല്ലോ. നമ്മുടെ തലമുടി ഇച്ചിരി കൂടെ വെട്ടിക്കളയാം കേട്ടോ. ഇച്ചിരി കൂടെ തലമുടി വെട്ടിക്കളയാം. തലമുടിയെല്ലാം വൃത്തി കളഞ്ഞില്ലേ? കുറച്ചും കൂടെ വെട്ടിക്കളയാം. ഈ സൈഡിലേക്ക് കുറച്ച് വെട്ടിക്കളയാം. ഉണ്ട് ഇവിടുത്തെ ഈ ചെവിക്കടയിലെ നമ്മുടെ മക്കളെല്ലാം പറയണ തലമുടി കെട്ടിവെക്കാൻ ഇല്ലതാനും. ബീവീന അവിടെ കോളേജിലല്ലേ? കോളേജിലല്ലേ? ഇല്ലെന്നേ, അവള് പഠിക്കുന്നില്ലേ ഉള്ളൂ. അവള് പഠിച്ചോണ്ടിരിക്കുമല്ലേ? അവള് പഠിച്ചോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. എത്ര വർഷം പഠിച്ചാ? 3 വർഷം പഠിക്കാനുണ്ട്. ചൊറിച്ചിലും മാത്രമൊക്കെ മാറിയില്ലേ? അമ്മ പള്ളിയിൽ പോയി. വെള്ളിയാഴ്ചയല്ലേ? രാത്രി ആയില്ലല്ലോ. അമ്മയ്ക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ല, വായിക്കാൻ മാത്രമേ കുഴപ്പമുള്ളൂ.
അപ്പടി വഴി കല്ലും മട്ടും ഒക്കെ ഇല്ലേ? ഇല്ലില്ല, അത് ടാർ ചെയ്തിരിക്കുന്ന വഴിയല്ലേ, നല്ല സൂപ്പർ വഴിയല്ലേ. ഇടയ്ക്ക് കുറേ കട്ടറുണ്ടെന്നേ ഉള്ളൂ. അമ്മയ്ക്ക് പള്ളിയിൽ പോണോ? അമ്മയ്ക്ക് പള്ളിയിൽ പോണോ? വേണ്ടേ? ആ അതിനാ? ആ പകല വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? വൈകിട്ട് കണ്ണ് കാണാവോ? രാവിലെ തുടങ്ങിയാൽ രാവിലെ പോയാൽ 10 മണിയാകുമ്പോഴത്തേക്കും വരാൻ പറ്റാം. ആ തന്നെ വരുമ്പോൾ ചെയ്യുകയും ചെയ്യാം. മറ്റൊരു പറ്റിയല്ലോ. തന്നെയൊന്നും പോകാൻ ഇപ്പം പറ്റിയില്ല. തന്നെയൊന്നും പോകാനൊന്നും ഇപ്പം പറ്റിയില്ല. പറ്റില്ല. ആ ഇപ്പം ആള് കൂട്ട് വേണം. നമ്മൾ വല്ല 10 പോയിട്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യം. ആ അത് തന്നെ. നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക. ഈശോ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അത് തന്നെ. ഈശോയുടെ അടുത്ത് പോയിട്ട് വരുമ്പോൾ ഒന്നും വരികയില്ലെന്നേ. എന്നാ വിശേഷമൊക്കെ? വിശേഷമൊന്നുമില്ല. അമ്മയും ചാച്ചത് സുഖമായിരിക്കണം. ആ അമ്മ സുഖമായിരിക്കുന്നു. കുളിച്ച് കുട്ടപ്പയായിരിക്കുക. ചാച്ചനല്ലേ? ചാച്ചനില്ല. ഇല്ലേ? മരിച്ചു പോയോ? പിന്നെ അല്ല ചാച്ചൻ പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിച്ചല്ലേ. ചാച്ചൻ അതേ പ്രായമുണ്ടോ? ചാച്ചന് 65 വയസ്സുള്ളപ്പോൾ മരിച്ചതാ. 65 വയസ്സുള്ളപ്പോൾ മരിച്ചതാ. 65. ആ 2003 വർഷം എത്രയായി ഇപ്പം? ആ വർഷം കുറേ ആയി. അവർക്ക് മക്കൾ എത്രയുണ്ട്? ആർക്കാ? മരിച്ചുപോയ ചാച്ചന്. ചാച്ചന് 4 മക്കള്. 4 മക്കൾ ആണും പെണ്ണുമായിട്ട്. ആ നേരത്തെ ഒരു സൂക്കടായിരുന്നു. ആ ചാച്ചന് നേരത്തെ മുതലുണ്ടായിരുന്നു. വലിവുണ്ടായിരുന്നു. ആരോഗ്യം കുറവായിരുന്നു. കുടിക്കുമായിരിക്കും അല്ലേ? ഇല്ലില്ല കുടിക്കലായിരുന്നു. കുടിക്കൊന്നുമില്ല, അങ്ങനെ വല്ലപ്പോഴൊക്കെ കുടിക്കുമായിരുന്നുള്ളൂ. കാരണന്മാർ തീറ്റയൊന്നും കൊടുക്കാതെ അങ്ങനെ കിടന്നേ കുരഞ്ഞു പോയതാ. കുടി തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് രോഗം ഉണ്ടാവും. ആ കുടിക്കൊന്നുമില്ലായിരുന്നു. അതിൽ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചുണ്ട്. ഇനി വേണോ? വട വേണോ? വേണ്ടേ? ഇച്ചിരി വെള്ളം കുടിക്കാൻ പോവാം. ആ അവിടെ ആരും വന്നിട്ടില്ലേ? എവിടെയാ? അടുക്കളയിൽ ആള് പള്ളിയിൽ പോയേക്കല്ലേ. പള്ളിയിൽ പോയിരിക്കുക. അവരൊക്കെ പോയാ? എല്ലാരും പോയില്ല. അടുക്കളയിലെ ആള് മാത്രമേ പോയുള്ളൂ. ആരും പോയില്ലേ? അടുക്കളയിലെ ആള് മാത്രമേ പോയുള്ളന്നേ. അമ്മേനെ കൊണ്ടൊന്നും പോകാനൊന്നും പറ്റില്ല. അതിന് കണ്ണറിയാനും വല്ല പ്രായമായിരിക്കും. ഇത്ര രാത്രി പകലാണെങ്കിൽ കുഴപ്പം. അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പോകാൻ. കണ്ണൊക്കെ കാണാം. അതിന് നടക്കാനൊക്കെ വിഷമം. ആ നടക്കാൻ വിഷമം. വല്ലത്ത് മുട്ടിയ തട്ടേ വീടാം. പിന്നെ മുട്ടിയ തട്ടിയ വീണാ പോയി. നല്ല പ്രായക്കാരോടും പറ്റിയാലോ തരാം. ആ അത് തന്നെ. അതല്ലേ ഞങ്ങൾ കയ്യെ പിടിച്ചു നടക്കണേ. അമ്മയ്ക്ക് ഇപ്പം 19 വയസ്സില്ലേ? അമ്മയ്ക്ക് 85 വയസ്സായി. 85 വയസ്സായെന്നേ. 19? 85. 85. 85. എത്ര? 85. അത്രയുണ്ടോ? പിന്നെ അയ്യോ പിന്നെ അതങ്ങനെ നടക്കാനല്ലോ. ആ നടക്കുകയൊക്കെ ചെയ്യും. മറ്റേ അസുഖങ്ങളൊന്നും ഇല്ലല്ലേ? ആ മറ്റേ അസുഖങ്ങളൊന്നും വലിയ കുഴപ്പമില്ല ഇപ്പം. പ്രഷറില്ലാത്ത രക്ഷപ്പെട്ടെ. ആ പ്രഷറുണ്ട് ശാലം. ഉണ്ടോ? ആ അതുണ്ടെങ്കിൽ ഒട്ടും പറ്റിയല്ല. ആ പ്രഷറാ പറ്റിച്ചല്ല. എപ്പോഴും അളവിൽ നടത്തില്ല. അതുപോലെ ശകലം ഭക്ഷണം കഴിക്കത്തില്ല. ഒരു വകയും കഴിക്കത്തില്ല. പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ഇത്രയും ദൂരം പഠിച്ചിട്ടാണ് പാടി. അതെ അതെ. ഇപ്പം നടക്കാവോ? ആ നടക്കുകയൊക്കെ ചെയ്യാം. കഞ്ഞിയൊക്കെ കുടിക്കൂലേ? കഞ്ഞിയൊക്കെ കുടിക്കും, ഒരു കുഴപ്പമില്ല. പള്ളിയിൽ പോകത്തില്ലല്ലോ? പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. പോകത്തില്ല, ഓർമ്മയില്ല, പ്രായമായില്ല. ആ അതുകൊണ്ടാണ്. ഇപ്പം പോകുന്ന വഴി പോലും കൂടെ അറിവില്ലാതെ തന്നെ വിടാൻ പറ്റില്ല. കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ വേണം, അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് വിടല്ലേ. ഒറ്റയ്ക്ക് വിട്ടുമെല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതുകൊണ്ടല്ലേ അങ്ങ് മിടിയലാത്ത. ശ്രദ്ധിക്കണം. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങളെങ്ങ് മിടിയലാത്ത. പോകാന്ന് പറഞ്ഞാലും അത് പിന്നെ ഞങ്ങൾ പോകും, ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകോളാന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അത് മതി. അങ്ങനെയാ പറയണേ. മറ്റേ കുഴപ്പ പിന്നെ അമ്മ അങ്ങ് തന്നെ പോണമെന്നില്ല. കാരണന്മാർക്ക് ഇപ്പം പ്രായം ചെന്നാലും അവർക്ക് പള്ളിയിൽ പോകണം കാണുക വരുമ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞാൽ അവർക്ക് വെറുപ്പ് വരും. വെറുപ്പ് വരും. വരും. അത് തന്നെ. അത് കാരണം നമ്മളത് നോക്കി നിൽക്കണം. നോക്കി നിൽക്കണം. പോകുമ്പോഴാണേലും അതുകൊണ്ട് എപ്പോഴും നമ്മൾ നോക്കി നിൽക്കുന്നത്. പോകണം. അതൊക്കെ പറ്റുമോ? പിന്നെ പോകാൻ പറ്റുമ്പോൾ പോകണം. പോകാൻ പറ്റുമ്പോഴൊക്കെ പോകണമെന്നേ, അല്ല പിന്നെ എങ്ങനെയാ? പിള്ളേരെല്ലാവരും പോകാൻ പറ്റുള്ളൂ. പിള്ളേര് വലിയവർക്ക് പറ്റിയ വലിയവർക്ക് പോകാൻ പറ്റുന്നവരെ പോകണം. വലിയവർക്ക് സമയമില്ല, അതുകൊണ്ടല്ലേ. സമയമുള്ള സമയം ഉണ്ടാക്കി പോകണം.
അങ്ങനെയുള്ളപ്പോൾ പോകണം. ആ ഇല്ലാത്തപ്പോൾ അതിനായിട്ട് പ്രത്യേക സമയം മാറ്റി വെക്കണം. ആ മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഉണ്ടാക്കി പോകണം സമയം. അപ്പം അമ്മയുണ്ടോ വീട്ടിൽ? ആ അമ്മ വീട്ടിലുണ്ട്. പെണ്ണുങ്ങളില്ലേ കെട്ടിക്കൊണ്ടോന്ന് പെണ്ണുങ്ങളൊക്കെ ഇല്ലേ? അങ്ങോട്ടെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. വിളിക്കണം. വാ ചെല്ല്. ഫോണെടുത്തോ, ഫോണെടുത്തോ ഒന്ന്. അമ്മയ്ക്കാ ഫോൺ. ഇതേടാ ആ അമ്മയ്ക്ക് ഇതല്ലല്ലോ അതല്ലേ, അമ്മയ്ക്കാ ഫോൺ. വാ, അവിടെയാണോ ഉള്ളത്? അവിടെ ആരും ഇല്ല. നീ എന്നാ എടുത്ത് നോക്ക്. വാ അമ്മയ്ക്കാ ഫോൺ. വാ ഏറ്റ് വാ. ഹലോ. ആ ഹലോ ഹലോ, കേൾക്കാമല്ലേ? മമ്മി വള്ളിയിൽ പോയേക്കുവാ. അടുക്കളയുടെ അമ്മച്ചിയെ പെട്ടെന്ന് ചാടി കയറ്റി വന്നു. ഫോൺ അടിക്കണമെന്നും പറയും. തുണി അലക്കാൻ പോവാണോ? അടുക്കളയുടെ എല്ലാം ആ കത്തിച്ച് ആ എന്നാലും കൊടുക്കുന്നില്ല. ഇത്ര നേരം അതിൻ്റെ മഴ ഇന്ന് വെയിലായിരുന്നോ? ആ ആണോ? ആ എല്ലാം കഴിഞ്ഞോ? ഇപ്പോൾ തുണിയെല്ലാം കേട്ടാ പുറത്തോട്ട് ഉണങ്ങോടി. ആ ആ ആ വേറെ എന്നാണ് വിശേഷം? ആ ആ ആ എന്നാൽ മമ്മ വരുമ്പോൾ വിളിക്കാൻ പറയാം കേട്ടോ. ആ ആ എന്നാൽ ഓക്കെ. ഇവന പഠിക്കുന്നിടത്തല്ല, അവളല്ലേ ഇപ്പോൾ വിളിച്ചത്? അവളല്ലേ ഇപ്പോൾ ഫോൺ വിളിച്ചേ? ആർക്ക്? വിവിനെ കോളേജിലല്ലേ പഠിക്കുമല്ലേ? അവള് നേഴ്സിന് പഠിക്കില്ലേ? ആ അതാ ഞാൻ ചോദിച്ചു. ആ അവള് പഠിച്ചോണ്ടിരിക്കുവോ? ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും വരികയല്ലായിരിക്കും. വിവിനെ ഇനി പറഞ്ഞാൽ വരികയില്ല, 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ. വേറെ ഇവിടെ പെണ്ണുങ്ങൾ വരാനുണ്ടാവുന്നിട്ട് ആരും മനയില്ലല്ലോ. ഏത് പെണ്ണുങ്ങൾ? ഇവിടെ ഏതാ പെണ്ണുങ്ങൾ വരാനുള്ള? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, വരുമായിരുന്നല്ലോ. എവിടുന്ന്? എന്നിട്ട് അവരൊക്കെ എന്തി? എവിടുന്നാ വരുന്നത്? അവരൊക്കെ പുറത്തോട്ട് പോയോ? ഇവിടെ ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, 2 പെണ്ണുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം പഠിക്കാൻ പോയി, ഒരെണ്ണം പള്ളിയിൽ പോയി. ഇവിടെ മൊത്തം 3 പെണ്ണുങ്ങളാണ് ഉള്ളത്. മൊത്തം 3 പെണ്ണുങ്ങൾ ഇവിടെ. അതിൽ ഒരു പെണ്ണ് ഇവിടെ ഉണ്ട്. ഒരു പെണ്ണ് പള്ളിയിൽ പോയി, ഒരു പെണ്ണ് കോളേജിൽ പോയി. എവിടെ പോയി? കോളേജിൽ. എവിടെ പോയി? കോളേജിൽ. ആ ഒരാൾ പള്ളിയിൽ പോയി, ഒരാൾ ദേ ഇവിടെ മുമ്പിൽ നിൽപ്പുണ്ട്. വൈകുന്നേരത്തെ പള്ളിയിൽ പോകുന്നുണ്ട് താമസമാണോ? താമസമാണോ? നേരത്തെ വരുവാൻ പറ്റിയാൽ